എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, എവിടെ സുഖമുണ്ടോ അവിടെ ദുഃഖമുണ്ട്. ദുഃഖവും സുഖവും വരും. സന്തോഷം വിചാരിക്കുന്നിടത്തൊക്കെ സന്താപമുണ്ട്. അതേസമയം ശാന്തിയും സമാധാനം എന്ന് പറയുന്ന ഒറ്റ ഫേസേ ഉള്ളൂ. സന്തോഷത്തിന് ദുഃഖം ഉണ്ടാകും, ദുഃഖമുള്ളിടത്ത് സുഖവും, സന്തോഷമുള്ളിടത്ത് സന്താപവും വരുമ്പോൾ ശാന്തി അല്ലെങ്കിൽ സമാധാനം, അതിന് ഒറ്റ ഫേസേ ഉള്ളൂ. എപ്പോഴും മനസ്സിലാക്കുക. സോ കൂടുതൽ സമയം ശാന്തി സമാധാനത്തെ പറ്റി ശ്രമിക്കുക. എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഫീൽഡിൽ വരേണ്ടിരുന്നത് എനിക്ക് തോന്നി. കാരണം എൻ്റെ ധ്യാനമൊക്കെ കുറവായി. പണ്ട് ഒരു ഏകാദശി ദിവസമൊക്കെ ഞാൻ 8-9 മണിക്കൂറൊക്കെ ഹരേരാമന്ത്രം ഞാൻ സ്ഥിരമായി ജപിക്കുമായിരുന്നു. കാരണം വീട്ടിൽ പറഞ്ഞാൽ മൂലമന്ത്രങ്ങൾ ജപിക്കണം എൻ്റെ വീട്ടിൽ പറയുന്നത്. ഞങ്ങൾ വേറെ മറ്റുള്ള മന്ത്രങ്ങൾ അധികം ജപിക്കാറില്ല. അപ്പൊ ഞാൻ ഹരേരാമന്ത്രം സ്ഥിരമായിട്ട് ജപിക്കുമായിരുന്നു. ഈ ഏകാദശി ദിവസം പല ദിവസങ്ങളിൽ ഞാൻ സ്കൂളിലും കോളേജിലും പോകാറൊന്നുമില്ല. ഞാൻ ഇന്ന് വരുന്ന നന്നായി ധ്യാനിക്കുകയുള്ളൂ. ഇപ്പൊ ഏകാദശി ഏതാണെന്ന് എനിക്ക് ഏത് ദിവസം കിട്ടുന്നില്ല. കാരണം അത്രയും ഫുൾ ടൈം ബിസി ആയിപ്പോയി. അപ്പൊ എന്നെങ്കിലും സിനിമയിൽ നിന്ന് ഔട്ടായിട്ട് വേണം മര്യാദയ്ക്ക് ഒന്ന് ധ്യാനിക്കാന്നുള്ളതല്ല ഞാൻ നോക്കി. വലിയ ദിവസം ഒരു 10 മിനിറ്റെങ്കിലും സിനിമ പിടിക്കാൻ പറ്റുകയും ചെയ്യാം, ധ്യാനിക്കാൻ പറ്റുകയും ധ്യാനിക്കാം. അങ്ങനെ നിങ്ങളുടെ ലൈഫ് കുറെ കൂടി സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ മെസ്സേജ് കൊടുക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു നല്ല മനുഷ്യനാണോ, ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. അച്ഛൻ പറഞ്ഞ ഒരു നമ്മുടെ എന്താ പറയാ ഒരു പ്രാർത്ഥന പോലും വേസ്റ്റ് ആക്കരുതെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഈ വിഷയത്തിൽ അച്ഛൻ പറഞ്ഞു ഒരു ഈശാവാസ ഉപനിഷത്തിലെ ഒരു ഇത് എപ്പോഴും എന്നോട് പറയാം. ഈശാവാസികളും സർവം അതിൽ പറഞ്ഞത് തേന തെക്തേന ഉചിത. അച്ഛൻ എന്ന് പറഞ്ഞു തേന തെക്തേന ഉചിത. അതായത് എന്ത് കാര്യം ത്യജിച്ചിട്ടേ ഭുജിക്കാവുന്നവരാണ്. ഇപ്പൊ നമുക്ക് ഒരു ആപ്പിൾ കിട്ടുകയാണെങ്കിൽ ആ ആപ്പിൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്നൊരു ചിന്ത വെച്ചതിന് ശേഷം ഈ ആപ്പിൾ കഴിക്കണം. ത്യജിച്ചിട്ട് ഭുജിക്കാം. ഇപ്പൊ നമ്മളൊരാളെ കല്യാണിക്കുകയാണെങ്കിൽ ആ സമയം തന്നെ അത് നഷ്ടപ്പെട്ടു എന്ന ചിന്ത നമ്മൾ ഫസ്റ്റ് വെച്ചു, പിന്നെ ആ വ്യക്തിയുമായിട്ട് ഡീൽ ചെയ്യണം. അപ്പൊ നമുക്കൊരിക്കലും ദുഃഖം ഉണ്ടാവില്ല. ഇതെന്നോട് പറഞ്ഞു. അപ്പോ ഈ ഒരു ഇത്തരം ചിന്തകൾ എനിക്ക് ഓൾറെഡി ഉള്ളതുള്ളൂ. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഒരു വൻ പരാജയമായിരുന്നെങ്കിൽ എനിക്ക് വലിയ പ്രശ്നം, എനിക്ക് വലിയ വിഷമം തോന്നുന്നില്ല. കാരണം ഈ സിനിമ തുടങ്ങിയ അന്നേ ഞാൻ അച്ഛൻ പറഞ്ഞ വാക്ക് ആലോചിച്ചു, തേന തെക്തേന മുജിത. ഒരു ഈശ്വരവിശ്വാസിയുടെ ഒരു ജ്ഞാനാഗ്നി, ഒരു ഈശ്വരവിശ്വാസിക്ക് ഒരു ജ്ഞാനാഗ്നിയിൽ എത്തണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ ജ്ഞാനാഗ്നിയിൽ എന്തിനേയും നമ്മൾ ഫസ്റ്റ് ദഹിപ്പിച്ചിരിക്കണം, എന്നിട്ടേ അത് ഭുജിക്കാവൂ. അപ്പൊ ആ സിനിമ പരാജയപ്പെട്ട ഓക്കെ, അങ്ങനെ കഴിഞ്ഞു. പക്ഷെ ഭാഗ്യത്തിനൊന്നും സമയം ഉണ്ടായില്ല. എന്തായാലും ഞാൻ പറഞ്ഞുള്ളൂ, എങ്കിലും എന്റെ മുഖത്തെ ബ്രോഡ് സ്മൈലിന്റെ യാതൊരു കുറവും സംഭവിക്കില്ല എന്നാണ് സത്യം. കാരണം ആ അറിവ് എനിക്കുണ്ടായിരുന്നു. എല്ലാം ഇത്രയൊക്കെ ഉള്ളൂ. സകാമം, നിഷ്കാമം, ജ്ഞാനം, ഇതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. ഭഗവാൻ പറയുന്നു ഒരു വ്യക്തി ധ്യാനമാണ് വേണ്ടത്, ധ്യാനത്തിലൂടെ മാത്രമേ നമുക്ക് മോക്ഷപ്രാപ്തി കിട്ടുള്ളൂ. ഓക്കെ, സത്യം. പക്ഷെ ധ്യാനത്തിലേക്ക് പോകണമെങ്കിൽ സകാമം, അതായത് നമ്മളുടെ ആഗ്രഹങ്ങൾ നടത്താൻ, നേരത്തെ പറഞ്ഞ ഭാഗവതത്തിൽ പറഞ്ഞ കാര്യം, നമ്മളുടെ എല്ലാ മോഹങ്ങളും അവസാനിപ്പിച്ചിരിക്കണം. അതാണ് സകാമം. നിഷ്കാമം, ഭഗവാൻ പറയുന്നു ഈ ഭൂമിയിലെ ഏത് മനുഷ്യനും മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എത്ര വലിയ വളം അയാളുടെ ഉള്ളിലുണ്ട്, സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അത് ചെയ്യണമെന്നില്ല. അപ്പൊ നിഷ്കാമം ഒരു റിസൾട്ട് ഓറിയന്റഡ് അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിന് ഒരു തൃപ്തി ഉണ്ടാവും. അപ്പൊ ഏതൊരു മനുഷ്യനാണോ സകാമം, നിഷ്കാമം ഇത് മര്യാദയ്ക്ക് ചെയ്യുന്ന ആ വ്യക്തിക്ക് മാത്രമേ ധ്യാനിക്കാൻ മര്യാദയ്ക്ക് പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ കാര്യമായിട്ടിരുന്ന് ധ്യാനിക്കും, നമുക്ക് പലതും ഓർമ്മ വരും. എനിക്ക് ഈ വിഷയത്തിൽ ഓർമ്മ വരുന്ന എൻ്റെ അച്ഛനന്മാരെ ഒരു ഭക്തന്മാരൊക്കെ ആണെങ്കിലും കൂടുതൽ സമയം ധ്യാനത്തിലേക്ക് പോകാറില്ല. ഞാനാണ് ചെറുപ്പത്തിൽ ഇങ്ങോട്ട് ധ്യാനിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ അമ്മയെ നിർബന്ധപൂർവ്വം ധ്യാനിക്കാൻ ഇരുത്തി. അങ്ങനെ ഞാൻ പറഞ്ഞ അമ്മയെ ചിന്മുദ്ര, അമ്മ ഒരു 10 മിനിറ്റ് ചിന്മുദ്ര വിളിക്കും ദിവസത്തിൽ. ഞാനിങ്ങനെ രാവിലെ മുതൽ വിളിക്കാറ്. അങ്ങനെ അമ്മയെ കഷ്ടപ്പെട്ട് ഇരുത്തി ഒരു അരമണിക്കൂർ അമ്മയെ കൊണ്ട് ധ്യാനിപ്പിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മയുടെ ധ്യാന അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അമ്മ പറഞ്ഞു, മോനെ എനിക്ക് ഉറക്കം വന്നിട്ടുണ്ടല്ലോ, ഞാൻ എങ്ങനെയൊക്കെയോ ഒന്ന് ഒപ്പിച്ചതാണ് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചോടാ, നീ ഒരു 5 ദിവസവും ഞാൻ ഈവൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ടീച്ചർ പോലും അവരില്ല എങ്കിൽ ഞാൻ വേറെ കുറച്ച് സമയം ധ്യാനിക്കും. അങ്ങനെ ആരും അറിയുന്നില്ല കുറെയൊക്കെ. അപ്പൊ അമ്മ ചോദിച്ചു, നീ നിനക്കെന്താ ഈ ഉറക്കമൊന്നും വരാറില്ലയോ? അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, എന്താ സംഭവിച്ചില്ല, എനിക്കതിന് ഉറക്കം വരാറില്ല. കാരണം അമ്മ ഇത്രയും കാലം കണ്ണിനെ പ്രാക്ടീസ് ചെയ്ത് അമ്മ എപ്പോഴും കണ്ണ് എന്തിനാണ് അടയ്ക്കാറുള്ളത്? അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ ഉറങ്ങിയാണ് അടയ്ക്കാറുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ശരീരം അതുമായിട്ട് യോജിച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് കണ്ണടയ്ക്കുന്ന ഉറങ്ങാൻ എന്ന് നിങ്ങളുടെ ശരീരം നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ കണ്ണടയ്ക്കുന്ന ഉറങ്ങാനാണ്. ഇത് സ്ഥിരമായി ഇത്രയും കാലം നിങ്ങൾ ഈ ശരീരത്തെ ഈ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളെ ധ്യാനത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരുന്നു. ഇത് നിങ്ങളെ കേസ്. എന്റെ കേസ്, ഞാൻ ദിവസവും 5-6 നേരം ഞാൻ എവിടെയും ഫ്രീ കിട്ടുമ്പോൾ ധ്യാനിക്കാറുണ്ട്. ദാറ്റ് ഈസ് എന്റെ കണ്ണിനെ ഞാൻ പഠിപ്പിച്ചത് കണ്ണടയ്ക്കുന്നത്. ഞാനിപ്പോഴും കണ്ണടച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ജസ്റ്റ് കണ്ണടച്ചു കഴിഞ്ഞാൽ ഞാൻ ശ്രീകൃഷ്ണനെ കാണാറുള്ളൂ. ദാറ്റ് ഈസ് കണ്ണടയ്ക്കുന്നത് ധ്യാനിക്കാനാണ്.
അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ സാധാരണ രാത്രികളിൽ പോലും ഞാൻ പക്ഷെ കുറച്ച് സമയം ധ്യാനിച്ചു ഉറങ്ങും. അങ്ങനെ വെച്ചാൽ ഇനി ഇതൊന്നുമല്ല, എനിക്ക് നല്ല തലവേദന വന്നിട്ട് ഞാൻ ഉറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശ്രീകൃഷ്ണനൊന്നും ഓർമ്മ വരാറില്ല, ഞാൻ എങ്ങനെ ഉറക്കം കിട്ടണമെന്നവർക്ക്. പക്ഷെ അപ്പോൾ പോലും ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് ശ്രീകൃഷ്ണനെയാണ്. ഫസ്റ്റ് കൃഷ്ണനെ കണ്ടിട്ടേ ഞാൻ ഉറക്കത്തിലേക്ക് പോകാറ്. ബൈ ചാൻസ് കണ്ണടച്ചാൽ പോലും ഞാൻ ഫസ്റ്റ് ശ്രീകൃഷ്ണനാണ് കാണുന്നത്. കാരണം ഞാൻ എന്റെ കണ്ണിനെ പഠിപ്പിച്ചത് ഫസ്റ്റ് ധ്യാനിക്കാനാണ്. ഇതാണ് വ്യത്യാസം. ഇതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ കൂടുതൽ ഉപ്പ് കഴിച്ച മനുഷ്യന്മാർക്ക് പിന്നീട് ഉപ്പ് കുറയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത്. കാരണം ഇതൊക്കെ നമ്മളാണ് നമ്മുടെ ശരീരത്തെ പഠിപ്പിക്കുന്നത്. ഉപ്പ് ഇത്ര കഴിക്കണം. അത് നിങ്ങൾ കുറെ ദിവസം അങ്ങനെ ആക്കിയാൽ അങ്ങനെ വരും. നിങ്ങൾ തീ ഉപ്പ് കഴിക്കാത്തവരാണ്, നിങ്ങൾ കുറച്ച് ദിവസം ഉപ്പ് കൂട്ടി കഴിച്ചൊക്കെ അങ്ങനെ വരും. ഇപ്പൊ മീൻ ഇറച്ചിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ ശരീരത്തെ പഠിപ്പിച്ചതിന്റെ പ്രശ്നമാണ്. ഏതും നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അവിടെ നമുക്കൊരു ജ്ഞാനം വേണമെന്നുള്ളൂ. മുമ്പ് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു, സന്തോഷത്തിൽ നിങ്ങളില്ലാത്ത സൈക്കോളജി ഒക്കെ പഠിച്ച ഒരാളല്ലേ, എനിക്കൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ തീർത്തു തരണം. ഞാൻ നോക്കുകയാണെങ്കിൽ പെണ്ണുങ്ങളെ നോക്കും, എനിക്ക് ഈ സ്വഭാവം മാറ്റിയെടുക്കണമെന്നല്ല, എന്താ ചെയ്യാ, എനിക്ക് മാറ്റുന്നില്ല, പക്ഷെ എന്ത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, കേട്ടാ ഈ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കാം, എത്ര ലോക സുന്ദരിയായാലും എത്ര ലോക സുന്ദരനായാലും ഇവരുടെ ഉള്ളിൽ എന്താണ്? രക്തം, കഫം, മലം, മൂത്രം, ഇതൊക്കെയാണ്. ചിന്തിച്ചു നോക്കാം. പുറമേ നമുക്ക് ഇങ്ങനെ തോന്നുന്നേ ഉള്ളൂ. ഈ ഒരു ചിന്ത നിങ്ങളിൽ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇനി ആരെയും നോക്കിക്കോന്നാണ്. നിങ്ങൾ നോട്ടൊന്നും കുറയ്ക്കണ്ട, ഈ ഒരു ചിന്ത കൂടി വെച്ചുകൊണ്ട് ഇനി നോക്കിക്കോ. അപ്പൊ അയാൾക്ക് അത്ഭുതം. നോട്ടം കുറയ്ക്കരുത്, പക്ഷെ ഏത് പെണ്ണിനെ നോക്കുമ്പോഴും നമ്മൾ മനസ്സിൽ വേണം ഇതിന്റെ ഉള്ളിൽ രക്തം, കഫം, മലം, മൂത്രം, ധാതു ഇതൊക്കെയാണെന്ന് മനസ്സിൽ വിചാരിച്ചോളാം. എന്നാൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു നോട്ടം താഴ്ന്നു കുറഞ്ഞു. ഞാൻ നോട്ടം കുറയ്ക്കരുതെന്ന് പറഞ്ഞത് അതായത് ഇതെനിക്ക് നമ്മുടെ വേ ഓഫ് തിങ്കിങ് ആണ്. ഞാൻ നേരത്തെ ഗാന്ധിജിയുടെ കാര്യം പറഞ്ഞു, നമ്മളെങ്ങനെയാണ് ഒരു കാര്യത്തെ കാണുന്നതെന്നനുസരിച്ചിട്ടാണ്. ഇപ്പൊ എനിക്ക് നോക്കുകയാണെങ്കിൽ എന്റെ അമ്മ മുമ്പ് പറഞ്ഞു, മോനെ നിലയ്ക്ക് നിന്നാ വിലയ്ക്ക് പോകുന്നു. എന്റെ അമ്മ സ്ഥിരമായി പറഞ്ഞൊരു വാക്കാണ്. അപ്പൊ അന്നും എന്റെ കൂടെ കുറെ പിള്ളേരൊക്കെ പഠിച്ചിരുന്നു. ഞാൻ പിന്നെ പലരെ അങ്ങോട്ട് പ്രേമിച്ചു, ഒന്നും ഇങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ സീരിയസ് ആയിട്ടൊന്നും അങ്ങനെ കാര്യങ്ങളൊന്നും എത്തിയില്ല. ഞാൻ അധികം കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്തിരുന്നില്ല. കാരണം ഒരേ സമയം 5 കോഴ്സൊക്കെ ഞാൻ പഠിക്കുന്നു, എനിക്ക് സമയം കിട്ടാറില്ല. പഞ്ചായത്ത് അടിക്കുന്നത് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടാറില്ല. അങ്ങനെ പോയി. പക്ഷെ ഇപ്പോഴാണ് എന്റെ അമ്മ പഠിപ്പിച്ചത് ശരിക്കും എനിക്ക് പ്രാബല്യത്തിൽ വരുന്നത്. കാരണം വെച്ചാൽ നടിമാരായിട്ട് വളരെ എഴുതിച്ചേർന്ന് അമ്മയ്ക്കേണ്ടി വരുന്നു, ആരാധികമാർ ദിവസം വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴൊക്കെ ഓരോ സ്ത്രീ എന്റെ മുന്നിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, മോനെ നിലയ്ക്ക് നിന്നാൽ വിലയ്ക്ക് പോകും. എന്റെ അമ്മ പറഞ്ഞു ഞാൻ ആലോചിക്കാം. കാരണം അമ്മ പറഞ്ഞാലും ഞാൻ ഇപ്പൊ മനസ്സിലാക്കാം. ഞാനിപ്പോ ഒരു ഡയറക്ടറാണ്, ഓക്കെ. അപ്പൊ ഞാൻ വളരെ ഇടുക്കിച്ചേർന്ന് ഓരോ പിള്ളേരോടൊപ്പം അഭിനയിക്കുമ്പോൾ ഞാനത് കുറച്ച് സമയം എൻജോയ് ചെയ്താൽ എന്ത് സംഭവിക്കും? എന്റെ സെറ്റിലുള്ള ആളുകൾ മുഴുവൻ അത് നോക്കും. അപ്പൊ മോന്തായം കൂടി എല്ലാം കൂടുന്നു. അപ്പൊ ഞാനേ ഇങ്ങനെ തരികടയാണെങ്കിൽ എന്റെ മക്കൾ അതിലും മുന്നേ തരികടയാവും. സോ അപ്പൊ ഞാനൊക്കെ വിശ്വസിച്ചാൽ കുറെ സ്ത്രീകളുടെ കണിയിലും കട്ട് ഓക്കെ അടുത്ത ഷോട്ടിൽ പോലെ ഇങ്ങനെ. അപ്പൊ പക്ക പ്രൊഫഷണൽ മെന്റാലിറ്റിയാണ്. അതേപോലെ തന്നെ എന്റെ ആരാധകർ അന്തിക്കുന്ന മോളെ ശരി ഓക്കെ. ഞാൻ അതേപോലെ എന്റെ അമ്മ എപ്പോഴും മോളെ, അമ്മ പറഞ്ഞാൽ ഒരു സ്ത്രീയെ ഒന്നുകിൽ മോളെ അല്ലെങ്കിൽ അമ്മയെന്ന് വിളിക്കണം. കുറച്ച് നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ സ്ത്രീ അല്ലെങ്കിൽ മോളെ വിളിക്കാം, കുറച്ച് അത്യാവശ്യം പ്രായം കൂടുതലാണെങ്കിൽ അമ്മയെ വിളിക്കാം. അമ്മയുടെ തിയറി, നമ്മൾ അമ്മായി, ചേച്ചി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ പേരാണ് വിളിക്കുന്നെങ്കിൽ ആ സ്ത്രീയെ വേറെ രീതിയിൽ കാണാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എന്റെ അമ്മയുടെ ഒരു പ്രമാണം. അപ്പൊ നിങ്ങളെ വ്യക്തി നിർത്തിയിട്ടുണ്ടെങ്കിൽ അമ്മയെ മോളെ എന്ന് വിളിക്കാം. എന്റെ അമ്മ അതിനെ എനിക്കൊരു റെഫറൻസ് തരുന്നത് ഈ തമിഴ്നാട്ടിലെ ജനങ്ങളൊക്കെ അമ്മ, അപ്പ എന്നാ വിളിക്കാം. ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ വിളിക്കാം. അതേപോലെ എന്നോട് പറഞ്ഞു ഈ വടക്കേ ഇന്ത്യയിലൊക്കെ എല്ലാവരും ആപ്പ് എന്ന് പറയും, താങ്കൾ. ചെറിയ കുട്ടികളെയൊക്കെ ആപ്രിതറായി അങ്ങനെ പറയും. ചെറിയ കുട്ടികളൊക്കെ ആപ്പ് എന്ന് പറയും, താങ്കൾ എന്നാണ്. താങ്കളാണെങ്കിൽ അതിന്റെ കുറച്ച് റെസ്പെക്റ്റഡ് ഫോമാണ്, നമ്മൾ പറയുന്നത് താങ്കളല്ല. അപ്പൊ എന്നോട് പറഞ്ഞാൽ പലപ്പോഴും മലയാളത്തിൽ നമുക്ക് അത്രയും ഇത് വരുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലൊക്കെ യാത്രി എനിക്ക് ഞാൻ ധ്യാനം ചെയ്യുന്നു, കൃപയ്യ ദയവായി ശ്രദ്ധിക്കും, യുവർ അറ്റൻഷൻ പ്ലീസ്, പ്ലീസ് ദയവായി ശ്രദ്ധിക്കും. മലയാളത്തിൽ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. മലയാളത്തിൽ എത്തുമ്പോൾ അവിടെ യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കാൻ പറഞ്ഞില്ല, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. പണ്ട് ഇങ്ങനെ വെയിറ്റാണ്. അപ്പോ മലയാള ഭാഷയ്ക്കുള്ള കുഴപ്പമില്ല, നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അത് ഉപയോഗിക്കുന്ന മനുഷ്യന്മാർ പലപ്പോഴും അതിനെ ഒരു ബഹുമാനം കൊടുക്കാതെയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അമ്മയുടെ ആ ഉപദേശം എനിക്കിപ്പോ വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം ഞാൻ എപ്പോഴും അതുകൊണ്ട് ഇത്തിരി മുറിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ നായികമാരെ എണ്ണും ആരാധികമാരെ എഴുതി മോളെ എന്നാണ് ശരിക്കും. അപ്പൊ പറഞ്ഞാൽ ആ മോളെ മനസ്സിലെ കാര്യമില്ല, ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒരു മനുഷ്യന്റെ ഇത് വേണമെന്നാണ്. എനിവേ വാക്കിലെങ്കിലും ആത്മാർത്ഥമുണ്ടെങ്കിൽ ബാക്കി അങ്ങോട്ട് ശരിയാവില്ലോ. അപ്പൊ ഇത്തിരി നിർത്തിയിട്ടുണ്ടെങ്കിൽ അമ്മായി, ചേച്ചി അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പേര് വിളിക്കുന്നത് വെരി റിസ്ക് എന്നാണ് എന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അനുസരിക്കുന്നു.
നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. 10 മിനിറ്റെങ്കിൽ ദയവായി ധ്യാനിക്കുക. മരിച്ചാൽ അതേ ബാക്കി ഉണ്ടാവും. ബാക്കിയൊക്കെ ഭാര്യയും ഭർത്താവും അച്ഛനും മക്കളൊക്കെ ഇങ്ങനെ വന്നും പോയി മരിക്കും. സോ നമുക്ക് ബാക്കിയുള്ളത് നമ്മൾ എത്ര സമയം ഭഗവാന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, അത് നമുക്ക് അസറ്റാണ്. അത് മാത്രമാണ് നമ്മളുടെ അസറ്റ്. അതുകൊണ്ട് എന്തെങ്കിലും അസറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അല്പം എനിക്ക് ഈ എഴുതുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭക്തിഗാനം എഴുതാൻ വലിയ ബുദ്ധിമുട്ട് തിരിയാറില്ല, ഫിലോസഫി ആയാലും വലിയ ബുദ്ധിമുട്ട് വരില്ല. ആകെ പ്രേരണഗാനങ്ങൾ എഴുതാൻ മാത്രമാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ആരും പ്രേമിക്കാത്തതുകൊണ്ട് വരുന്ന പ്രശ്നമാണ്. ഞാനും അതിൽ വിവാദം ആരെയും പ്രേമിച്ച് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എഴുതാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും നിങ്ങളുടെ ഈ സംഗമം മണ്ഡലവ്രത സമാപനം 4ാമത് ഗീതാജ്ഞാനമായിരിക്കും. തീർച്ചയായിട്ടും ഭഗവത്ഗീത നമ്മൾ വളരെ സീരിയസ് ആയി പഠിക്കുന്ന ഒരു കാര്യമാണ്. വളരെ പക്ക സയൻസാണ് ഭഗവത്ഗീത. കൂടുതലായിട്ട് ഇപ്പോൾ എനിക്ക് ഒരാളെ ഉപദേശിക്കാനുള്ളൊരു പ്രായമോ അതിനുള്ളൊരു പക്വതയോ എനിക്കില്ല. അപ്പൊ ഇത്ര നേരം എന്നെ സഹിച്ച എല്ലാവർക്കും വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. ഹരി ഓം. ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ